ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബുക്ക് സ്റ്റോറിലേക്ക് പോവാണ്. അപ്പോൾ സെക്യൂര സെൻറ്ററിലെ ക്രോസ് വേർഡ് പറഞ്ഞ ബുക്ക് സ്റ്റോറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറച്ച് ബുക്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിലാണ് ഉള്ളത്. അപ്പോൾ ക്രോസ് വേർഡ് സെക്യൂര സെൻറ്ററിൽ സെക്കൻഡ് ഫ്ലോറിനാണ് ഒരു ഷോപ്പ് ബുക്ക് സ്റ്റാൾ വരുന്നത്. കുറച്ചേ ആയല്ലോ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി അവിടെ പോകണം ഒരു വ്ളോഗ് ആക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ നമ്മൾ സെക്യൂര സെൻറ്ററിൽ എത്തിയിട്ടോ. ഇതാണ് ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ആ ഷോപ്പ്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. അവിടെ പോയപ്പം തന്നെ ഒരുപാട് ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഫേമസ് ആയിട്ടിരിക്കുന്ന എല്ലാ ബുക്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ബുക്സൊക്കെ. പിന്നെ ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ്, ഡ്രോയിങ് ബുക്സ്, ചിൽഡ്രൻസ് ബുക്സ്, പിന്നെ ഷോർട്ട് സ്റ്റോറീസ്, കുട്ടികൾക്കായിട്ടുള്ള പലവിധ ബുക്സും അവിടെ ഉണ്ടായിരുന്നു. നമ്മൾക്ക് നോൺ ഫിക്ഷൻ, ഫിക്ഷൻ, ഷോർട്ട് സ്റ്റോറീസ്, പിന്നെ സുധാമൂർത്തിയുടെ കുട്ടികളുടെ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോട്ടിവേഷണൽ സ്റ്റോറീസ്, മലയാളം സ്റ്റോറീസ്, നോവൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മളിപ്പോൾ ബർത്ത്ഡേ ആകുമ്പോഴും പിന്നെ ഓരോ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കൂലേ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് അവിടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടായിരുന്നു. ബുക്കും പെന്നും ഒക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അവിടെ ഒരുപാട് ഹാമ്പേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ ബുക്സ് ഞാൻ നോക്കുന്നുണ്ട്, അതിൻ്റെ റേറ്റും കാര്യങ്ങളും. പിന്നെ എനിക്ക് ഓരോ കവർ കാണുമ്പോൾ വല്ലാണ്ട് ഇഷ്ടപ്പെടും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ്? നമ്മൾ ബുക്സിനെ ഇഷ്ടപ്പെടുന്നവർക്കറിയാം, ബുക്കിൻ്റെ കവർ തന്നെ നമ്മളെ ഒരു ആകർഷണം തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ലവ് സ്റ്റോറീസ്, നോവൽസ് ഒക്കെയാണ് എനിക്കിഷ്ടം. ബുക്സൊക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളും എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബുക്സൊക്കെ ഒരുപാട് ആൾക്കാർ വായിക്കുന്നതല്ലേ. അപ്പോൾ എല്ലാം നല്ല ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഷോപ്പ് പോയത്. നമ്മുടെ കണ്ണൂരിൽ ഫസ്റ്റായിട്ടാണ് തോന്നുന്നു ഈ ഒരു ഷോപ്സൊക്കെ വരുന്നത്. ക്രോസ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷോപ്സാണ് ക്രോസ് വേർഡ് എന്നുള്ളത്. പിന്നെ റോബിൻ ശർമ്മയുടെ ദ മോങ്ക് സോൾഡ് ഹിസ് ഫെറാറി, അതൊക്കെ ആ ബുക്സൊക്കെ ഒരുപാട് ഫേമസ് ആയ ബുക്സാണ്. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ പ്ലാനിങ്ങിലാണ്. അതെന്ന് വെച്ചാൽ പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ടുള്ള ചെറിയൊരു എൻ്റെ റൂമിൽ ലൈബ്രറി പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വായിക്കുന്ന ബുക്സൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ പണ്ടേ സ്റ്റോർ ചെയ്ത് വെച്ച ബുക്സൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ബുക്സാണ് ഞാൻ വാങ്ങാറ്. മിക്കതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങാറ്. അവിടെ ഒരുപാട് വിലക്കുറവ് കണ്ടു. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങാറ്. ഷോപ്സിലൊക്കെ പോകുമ്പോൾ നല്ല റേറ്റ് ആകുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മിക്കതും വാങ്ങാറ്. പിന്നെ കൃഷ്ണൻ്റെ ഇപ്പം ഞാൻ ബുക്ക് കാണിച്ചില്ല, അത് നല്ല രസമുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ അത് ഇഷ്ടമാവും. ബിക്കോസ് അതിൽ ഒരുപാട് ഫോട്ടോസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ നോക്കി വായിക്കുമ്പോൾ പിള്ളേർക്കത് വല്ലാണ്ട് ഇഷ്ടമാവും. ഇങ്ങനത്തെ ബുക്സിൻ്റെ വീഡിയോസ് ഞാൻ മലയാളം യൂട്യൂബേഴ്സ് അങ്ങനെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സാണ് ചെയ്യുന്നത് മിക്കതും കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കണ്ടൻറ്റായിട്ട് എടുത്തിട്ട് ഈ ഒരു വ്ളോഗ് ആക്കാമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരുപാട് മലയാളം ബുക്സ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പൗലോ കൊയ്ലോ ഒരുപാട് മറ്റേ ഇംഗ്ലീഷ് നോവൽസൊക്കെ മലയാളത്തിലാക്കിയിട്ട്, നമ്മളെ ഫേമസ് ആയിട്ടുള്ള ബുക്സൊക്കെ മലയാളത്തിലാക്കിയിട്ട് നമുക്ക് മലയാളം അറിയുന്നവർക്ക് മലയാളത്തിലും വായിക്കാം. അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻസ് ബുക്കും ഉണ്ട് കേട്ടോ അവിടെ. ഞാനിന്ന് ഫസ്റ്റ് വിസിറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബുക്കേ വാങ്ങിയുള്ളൂ. പിന്നെ കുറച്ച് ബുക്സൊക്കെ നോക്കി വെച്ചു. പിന്നെ അടുത്ത ഇതിന് പോയിട്ട് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ച 4 ബുക്സാണ്. ഇക്കിഗായ് എന്ന് പറയുന്ന ബുക്ക് വാങ്ങിച്ചു. പിന്നെ മാധവിക്കുട്ടീൻ്റെ എൻ്റെ കഥ വാങ്ങിച്ചു. പിന്നെ ദ ഓഫ് ലിമിറ്റ്സ് റോൾ സാറ ആദംസിൻ്റെയാണ്. പിന്നെ റോബിൻ ശർമ്മയുടെ നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും, അത് ട്രാൻസ്ലേഷനാണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ. ഞാൻ വാങ്ങിച്ച ബുക്സിൻ്റെത് ഞാൻ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വീഡിയോയിലേക്ക് ആഡ് ആക്കാം. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ.
ഫസ്റ്റിൽ നമ്മൾ ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പം കാണുമ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് അവരെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. ബട്ട് അപ്പോൾ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയി. ബട്ട് അവിടെ നിന്ന് ചേച്ചി പറഞ്ഞു അത് കുഴപ്പമില്ല, അത് അവർ പുറത്തുനിന്ന് ആൾ വരുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഓരോ ബുക്സൊക്കെ താഴെ ഇടുന്നു, അങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസ്, പിന്നെ ബുക്സൊക്കെ നേരെ ഷോ വെക്കുന്നില്ല, അങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസ് പറഞ്ഞു. ബട്ട് നമ്മളതൊന്നും അങ്ങനെ ചെയ്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് വീഡിയോ എടുത്തു, പിന്നെ നമുക്ക് വേണ്ട ബുക്സൊക്കെ വാങ്ങി, അങ്ങനെ അലമ്പാക്കാനൊന്നും പോയില്ല ഗൈസ്. പിന്നെ പെന്നിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മൾ നോട്ട് പാഡ് പ്ലാൻ ആക്കൂലേ നമ്മൾ, അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ ആ ഒരു ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മേലത്തെ ഫ്ലോറിലാട്ടോ ഈ ഒരു ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ബുക്ക് സ്റ്റാൾ വരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ആ നെസ്റ്റോൾ എന്ന് കയറി സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാട് ഡോനറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ കയറിയത്. അപ്പോൾ അതും കൂടി ഇവിടെ ഈ ഒരു വീഡിയോയിലേക്ക് ആഡ് ആക്കാമെന്ന് വിചാരിച്ചു, ജസ്റ്റ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയല്ലേ. അപ്പോൾ അത് ഏത് സബ്ജക്റ്റിലുള്ള ഷോപ്പിംഗ് ആയതും കൊണ്ടുകൂടി ഞാൻ വിചാരിച്ചു കാണിക്കാമെന്ന്. പിന്നെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ചിക്കൻ പൊരിച്ചത് നമ്മൾ അവിടെ പോയാൽ വാങ്ങാറുണ്ട്, ചിക്കൻ ഗ്രില്ല് ചെയ്തതില്ലേ അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ മേടിച്ച ബുക്സാണ് ഞാൻ ഈ കാണിക്കുന്നത്, ദ ഓഫ് ലിമിറ്റ്സ് റൂള്. അത് സാറ ആദംസിൻ്റെ ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതിൻ്റെ കവറും പിന്നെ അതിൻ്റെ സ്റ്റോറിയും സൂപ്പറാട്ടോ. അത് ഞാൻ അതിൻ്റെ സമ്മറി വായിച്ചല്ലോ, അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും ഒരു വീഡിയോ ആക്കിയിട്ട് ഇടും. നിങ്ങൾക്ക് ഈ ഒരു ബുക്സ്, ഞാനിപ്പോൾ 4 ബുക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ. മാധവിക്കുട്ടി എൻ്റെ കഥ എല്ലാവരും വായിച്ചതാണെന്ന് അറിയാം. ബട്ട് ഞാൻ വിചാരിച്ചു ഞാനത് വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറയാം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതാണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആഡ് ആക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളിന്ന് സെക്യൂര സെൻറ്ററിലുള്ള ക്രോസ് വേർഡ് പറഞ്ഞ ബുക്ക് സ്റ്റോറിലാണ് നമ്മളിന്ന് പോയത്. അപ്പോൾ സെക്യൂര സെൻറ്റർ എല്ലാവർക്കും അറിയാം, കണ്ണൂരാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ബുക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എക്സിബിഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, താഴെ തന്നെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ബുക്ക് കളക്ഷൻ ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്, നോൺ ഫിക്ഷൻ, ഫിക്ഷൻ, ചിൽഡ്രൻ സ്റ്റോറീസ്, സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ രേഖപ്പെടുത്താം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബുക്സ് ഉണ്ടാവുമല്ലോ, അതെന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക.